നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചായയാണ്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ചായ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി ചായ ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഹോൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മിൽക്ക് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ പാൽ എത്ര എടുക്കുന്നോ അത്ര തന്നെ വെള്ളവും ഈ ചായക്ക് എടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ പഞ്ചസാര വേണം. ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിൽ ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് ചതച്ച് ചേർത്താലും മതിയാവും. നമുക്കിനി ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ചു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു സ്പൂണിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ഇഞ്ചിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ നമ്മുടെ ചായയിൽ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഈ ചതച്ച ഇഞ്ചി ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-2.5 ടീസ്പൂൺ തേയില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തേക്കുന്നത് താജ്മഹൽ ടീ ആണ്. എൻ്റെ ഫേവറേറ്റ് ടീ പൗഡറാണത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം മീഡിയത്തിലായിരുന്നു, അതിൽ നിന്ന് കുറച്ചൊന്ന് കുറയ്ക്കാം. അതിനുശേഷം 1-2 മിനിറ്റ് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മുടെ ഈ തേയിലയുടെ സത്തൊക്കെ നല്ലതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർക്കാം. ഇനി ഈ പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചായ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ ചായ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചായ റെഡി ആക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ലാസ്റ്റിൽ പഞ്ചസാര ആഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ഒരു ചായക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ചായയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് നമുക്കൊരു 4 മിനിറ്റ് 5 മിനിറ്റ് അടുത്ത് ഇത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അതായത് തേയിലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സിമ്മിലിട്ടിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മളൊരു ചായ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഇഞ്ചി ചായയുടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഈ ലാസ്റ്റ് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇത് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചായയിൽ എല്ലാ ഫ്ലേവേഴ്സും ഒരുപോലെ ഇറങ്ങും. കടുപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മിനിറ്റ് ഞാൻ ഇതേപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ വീട് ഫുള്ള് ചായയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഈ ചായ ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും കടുപ്പം ആവശ്യമില്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അടുത്ത് തേയില ഇട്ട് കൊടുത്താൽ മതിയാവും. കുറച്ചുകൂടെ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇട്ടത് ഒരു 2.5 ടീസ്പൂൺ അടുത്താണ്. ഈ 1 കപ്പ് പാലിനും 1 കപ്പ് വെള്ളത്തിനും എനിക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഈ അരിപ്പ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചായ കൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും. ഇനി നമുക്കിതൊരു ചായ കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒഴിക്കാം. എനിക്ക് ഇതേപോലെയുള്ള 2 കപ്പിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ചായ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഇതേപോലെ ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നോക്ക്, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചി ചായ റെഡി ആയി കഴിഞ്ഞു. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്